ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നമുക്കറിയാം ഇത് വളരെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിന് പിന്നാലെ നിരവധി കാര്യങ്ങൾ, അതായത് ഇവർക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു, മദ്യപാനികളായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി? കാരണമായ കൊലപാതകം നടത്തിയ, അതായത് കേസ് കൊലപാതക കേസായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അതിദാരുണമായ കൊലപാതകം നടത്തിയ അജ്മൽ, ഒപ്പം ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ ഞായറാഴ്ച വരെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം വരെ. കാരണം ഇവരിൽ നിന്നും രക്തസാമ്പിൾ പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇവർ മദ്യപിക്കുകയും ഒപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിരുന്ന തരത്തിലുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു പരിശോധന വേണം. ഒപ്പം സംഭവം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്നാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ വീണ്ടും തിങ്കളാഴ്ച ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പരിഗണനയ്ക്കെത്തും. ഉത്രാടം നാളിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നത്. ആദ്യം വാഹനം കുഞ്ഞുമോൾ എന്ന യാത്രക്കാരിയും മറ്റൊരു ആരും ഉണ്ടായിരുന്ന വാഹനം, ഇരുചക്ര വാഹനത്തെ അജ്മൽ സഞ്ചരിച്ചിരുന്ന കാറ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് നിർത്താതെ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് അവർ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രതികളായ അജ്മൽ, ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പൾസർ സുനി പുറത്ത് ഇറങ്ങുകയാണ്. കർശനമായ ജാമ്യ വ്യവസ്ഥകളോട് കൂടി തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ